ലോകമെന്നുടെ സ്വന്ത നാടല്ലതാൽ ഞാൻ പരദേശിയാണീ ലോകേ. ഈ ലോകമെന്നുടെ സ്വന്ത നാടല്ലതാൽ ഞാൻ പരദേശിയാണീ ലോകേ. എൻ സ്വന്ത ദേശമാം സ്വർലോകത്തേക്കു ഞാൻ യാത്ര ചെയ്യും വഴി ഈ ലോകയാത്രയിൽ അല്പകാലം വസിച്ചിടുന്നു, അല്പകാലം വസിച്ചിടുന്നു. അമർത്തിക്കുലുക്കി കവിഞ്ഞ് തരുന്ന കർത്താവ് നമുക്കൊണ്ട് കൊടുത്ത് മേടിച്ച ദൈവമക്കൾ, കൊടുത്തിട്ട് നന്മ വാങ്ങിച്ച ദൈവമക്കൾ സ്വന്തം ചെയ്താട്ട് ഞാൻ അനുഭവസ്ഥനാണ്. എപ്പ കൊടുത്താലും അതിന്റെ ഇരട്ടി ദൈവം തരും. അതിന് ദൈവം ബാധ്യസ്ഥനാണ്. ഒക്കോമാരെ പ്രിയപ്പെട്ടവരാണ് പാട്ട് പാടുന്നത് സ്തോത്രകാഴ്ചയ്ക്ക്. എന്നാൽ അതിനു മുമ്പ് സ്തോത്രകാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുന്നവർക്ക് കൊടുക്കുവാൻ കൃപ കർത്താവ് കൊടുക്കേണ്ടതിനും കൊടുക്കുന്നവരെ അമർത്തിക്കുലുക്കി കവിയുന്ന നല്ല അളവ് കൊണ്ട് കർത്താവ് അവരെ സഹായിക്കേണ്ടതിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. മാത്തുക്കുട്ടി ശാമേൽ പാസ്പോർട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. ഇന്ത്യയിൽ നിന്ന് ഇവിടെ ഇപ്പോൾ വിസിറ്റിംഗിലായിരിക്കുന്ന ദൈവദാസന്മാർ ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്തില്ല. ഇഫ് എനിബഡി ഈസ് ഹിയർ വുഡ് യു പ്ലീസ് സ്റ്റാൻഡ്, വി വിൽ റെക്കഗ്നൈസ് യു. ഇന്ത്യയിൽ നിന്ന് വിസിറ്റേഴ്സായി പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എവരെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഗൾഫ് രാജ്യത്ത് നിന്നും മറ്റെവിടുന്നെങ്കിലും ഇവിടെ വിസിറ്റേഴ്സായി ഇന്ന് ആരാധന സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് നൽകാൻ ഞങ്ങൾ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. വിശ്വസ്തനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല പകൽക്കാലത്തിനായി വീണ്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ടെക്സസിന്റെ വിവിധ പട്ടണങ്ങളിൽ നിന്ന്, ഒക്ലഹോമ സ്റ്റേറ്റിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ ഉള്ള പ്രിയപ്പെട്ടവർക്ക് ഈ വിൻഡോസ് റീജിയന്റെ കോൺഫറൻസോടനുബന്ധിച്ച് കഴിഞ്ഞ ചില ദിവസങ്ങളായി ഈ പ്രദേശത്ത് കടന്നു വന്ന ദൈവസഹായിപ്പാട്ടപ്പെട്ട സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് സാവകാശം ഒരുക്കിയതിന്റെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഈ കോൺഫറൻസ് ഞങ്ങൾക്ക് അനുഗ്രഹിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വീണ്ടും ഞങ്ങളുടെ തൃപ്പാദത്തിൽ കടന്നു വരുന്ന കർത്താവേ, ഈ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിർബാധമായ പ്രവർത്തനം തുടർന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാകുവാൻ അവിടുത്തെ കൃപ ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ അന്ധകാര ശക്തികളും നീങ്ങിപ്പോയിട്ട് ദൈവങ്ങളുടെ വ്യാപാരം പകൽക്കാലം അനുഭവിച്ച തേജസ്സിന്റെ പ്രഭയോടുകൂടെ കർത്താവിനെ കാണുവാനുള്ള ബുദ്ധിശക്തിയോടെ പുതുബലത്തോടെ മടങ്ങിപ്പോകുവാൻ സ്വർഗ്ഗത്തിലെയും ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എടുക്കുവാൻ പോകുന്ന സ്തോത്രങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ദേഹത്തിന് ആവശ്യമായ ദൈവം വളർന്നുകൊടുക്കുന്നു. കർത്താവെ, കൺവെൻഷന്റെ ആവശ്യത്തിന്റെ ആ കാര്യങ്ങൾ നിറവേറ്റുവാൻ തക്കവണ്ണം കൈത്താങ്ങൾ കൊടുക്കുവാൻ തക്കവണ്ണം ഇതിന്റെ ദേഹത്തിനോട് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദൈവനാമ മഹത്വത്തിന് ഉപയോഗിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദൈവദാസന്മാർ കർത്താവിന്റെ വചനത്തിൽ കൂടെ സംസാരിക്കുമ്പോൾ ഭൂഷിത വളർന്നുകൊണ്ട് ദൈവജനത്തിന് അനുഗ്രഹമായിരിക്കുന്ന ഇടയിൽ സ്വർഗീയവനെ വളർന്നുവാൻ തക്കവണ്ണം പുതിയ അഭിഷേകം നൽകുവാനാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവപാദത്തിൽ പ്രാർത്ഥിച്ചുകൂടെ ഞങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ദുർബലമായ പ്രവർത്തനം ഇത് പകൽക്കാലം തുടർന്ന് ഞങ്ങളുടെ മക്കൾക്കാകുവാൻ സഹായിക്കണമേ. ആത്മാവിൽ പാടുവാൻ പ്രാർത്ഥിപ്പാൻ ഒക്കെ പിന്നെ സഹായിക്കണം. കരങ്ങളെ കേൾപ്പിക്കുന്നു. വിൻഡോസ് റീജിയന്റെ കർത്താവെ, എല്ലാ സഭകൾക്കായി സ്തോത്രം, എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം, നേതൃത്വത്തിൽ നിൽക്കുന്ന ദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും സഹായിക്കണമേ. കരങ്ങളെ കേൾപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്ന കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. പ്രതിഫലം തന്നിടുവാൻ, യേശു രാജ്യം വന്നിടുവാൻ ഇന്ന് പകൽക്കാലം നാം കർത്താവിന് വേണ്ടി കൊടുക്കുന്ന സമയമാണ്. പ്രൈസലോ, അവൻ എറിയിച്ചിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നാം കൊടുക്കുന്നതിനും അവൻ നമുക്ക് പ്രതിഫലമുണ്ട്. പ്രൈസലോ, അല്ലെങ്കിൽ അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം. സ്തോത്രം കാണുന്നതല്ല അനിയും സ്തോത്രം. ഈ കാലമെല്ലാം മാറിപ്പോകും. ലോക സംഭവങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ അവൻ ജാതി ജാതിയോട്, രാജ്യങ്ങൾ രാജ്യങ്ങളോട് എതിർക്കുമ്പോൾ, അവൻ അവനവനെ ഭൂകമ്പങ്ങൾ സംഭവിക്കുമ്പോൾ, അവൻ സ്തോത്രം ക്ഷാമമുണ്ടാകുമ്പോൾ, അവൻ നമ്മുടെ കർത്താവിന്റെ വരവിൽ ഏറ്റവും അടുത്തുകൊണ്ട് അവൻ വിശ്വസിക്കുന്ന ദൈവത്തിനെ ഓർമ്മിച്ച് അവൻ അത്ഭുതമായി പാടുന്നവർക്ക് ആരാധിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാലമാണ്. അവൻ നമ്മുടെ കരകളെ അടിച്ച് പാടുന്നവർക്ക് ആരാധിക്കാം.
I know my heart. If you know your own heart, He loves me so much. Put your hands towards your hearts and say, Lord, I thank you. And thank you, Lord. Praise the Lord. We're going to go to God's word. Last 2 nights, God been using Pastor Alice Elapara mightily among us. And I was sitting over there watching, and he was actually filled with the anointing of the Holy Spirit. So he cannot say a few things he wanted to say, but he was rejoicing, and he was into the God's word. So God is going to use him mightily. We don't know how much time to give it to him, but he knows his time. Would you please give him a nice warm welcome, Pastor Alice Elapara. മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ചേർന്ന് ഈ പകലും കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിനിക്ക് നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. എല്ലാം പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. പ്രത്യേകിച്ച് ഈ ആരാധന ലീഡ് ചെയ്യുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ ബേബി വർഗീസ് അവർ, ഈ റീജിയന്റെ പ്രസിഡന്റ് ഷാജി ഡാനിയൽ, സെക്രട്ടറി പാസ്റ്റർ പി സി ജേക്കബ്, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ തോമസ് അവർ, കെ ജെ കുര്യാക്കോസ്, സങ്കീർത്തനത്തിൽ നിന്ന് പ്രസംഗിച്ച ബഹുമാന്യ ശുശ്രൂഷകൻ, അങ്ങനെ എല്ലാ പ്രിയപ്പെട്ട ദേവദാസന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. എല്ലാവരെയും കർത്താവ് ഇന്ന് പകൽ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും ഞാൻ ഈ പ്രാരംഭ സമയത്ത് അറിയിക്കുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ രാജ്യത്ത് വരുന്നതെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. എലപ്പാറ എന്ന് പറയുന്ന പേര് അധികം ഫേമസ് ആയിട്ടുള്ളൊരു പേരല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പേരുകൾ കുമ്പനാടും തിരുവല്ലയൊക്കെയാണ്. എലപ്പാറ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലമാണ്. ഇടുക്കി ജില്ലയിൽ എലപ്പാറ എന്ന് പറയുന്ന ഒരു കൊച്ചു സിറ്റി ഉണ്ട്. അതാണ് എൻ്റെ ഹോം സിറ്റി എന്ന് പറയുന്നത്. അവിടെ അല്ല എൻ്റെ ജന്മം. അവിടുന്ന് ഒരു 5 കിലോമീറ്റർ കൂടെ അകത്തോട്ട് പോകണം. ഹെലിബെറിയ എന്ന് പറയുന്ന ഒരു ടീ എസ്റ്റേറ്റ് ഉണ്ട്. അതാണ് എൻ്റെ ജന്മസ്ഥലം. ഹെലിബെറിയ എന്ന് പറയും. ഞങ്ങളുടെയൊക്കെ അവിടെ ഉള്ള പേരുകളൊക്കെ ഇംഗ്ലീഷ് പേരുകളാണ്. ബിക്കോസ് അവിടെ ടീ എസ്റ്റേറ്റ് ആയതുകൊണ്ട് ഇവിടുത്തെ സായിപ്പ്മാർ വന്ന് ആരംഭിച്ച എസ്റ്റേറ്റുകളാണ്. സ്റ്റാൻ ബ്രൂക്ക്, വുഡ്ലാൻഡ്സ്, ബോൺ അമി, സെമിനി വാലി, ഏലി മറിയ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഞങ്ങളവിടെ ഉള്ളത്. സ്തോത്രം. അതിനകത്ത് ഹെലിബെറിയ എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ഫാദറും മദറും അവിടുത്തെ ജോലിക്കാരായിരുന്നു. 14 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ ആ എസ്റ്റേറ്റിൽ വരുന്നത്. 54 വയസ്സുള്ളപ്പോഴാണ് അമ്മ ആ എസ്റ്റേറ്റിൽ നിന്ന് പോകുന്നത്. 40 വർഷം എൻ്റെ അമ്മ അവിടെ ജീവിച്ച സ്ഥലമാണ്. ഏകദേശം 30 വർഷത്തോളം ഞാനും അവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് മാറിയിട്ടിപ്പോൾ 6 വർഷമായിട്ടേ ഉള്ളൂ. എൻ്റെ ഫാദറും ദീർഘവർഷങ്ങൾ അവിടെ ആയിരുന്നു. സ്തോത്രം. ശശപ്പൂരിൻ്റെ വിശ്വാസത്തിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. എനിക്ക് 2 സഹോദരിമാരുണ്ട്. 2 പേരും കർത്താവിൻ്റെ പേരെ തന്നെയാണ്. എനിക്ക് വൈഫും 2 കുഞ്ഞുങ്ങളുമുണ്ട്, അബിയ ആൻഡ് ഏബൽ. ദീർഘവർഷങ്ങൾ ഞങ്ങൾ അവിടെ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് എടയാറമുള എന്ന് പറയും. കോഴഞ്ചേരിക്കടുത്ത് എടയാറമുള എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു വീട് വെച്ച് താമസിക്കുകയാണ്. ആ വീടെന്ന് പറയുമ്പോൾ ഇപ്പോൾ 4 മാസമായിട്ടുള്ളൂ. ആ വീട് ഞങ്ങൾ വെച്ചിട്ട് ഞങ്ങളെല്ലാം വാടകക്കാരാണ്. എൻ്റെ ഫാദർ ജനിച്ചതും ജീവിച്ചതും മരിച്ചതും വാടക വീട്ടില്ല. എൻ്റെ ഫാദർ 63 വയസ്സിലാണ് ഫാദർ മരിക്കുന്നത്. ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായിരുന്നു. ജീവിച്ചതും ജനിച്ചതും മരിച്ചതും വാടക വീട്ടിൽ. എൻ്റെ അമ്മ ജനിച്ചതും വാടക വീട്ടിൽ. ഇപ്പോൾ കുറേ വർഷങ്ങൾ വാടക വീട്ടിലായിരുന്നു. ഇപ്പോൾ ഒരു വീട് വെച്ച്. സ്തോത്രം. ഇടയാളമുള്ള എനിക്കിങ്ങനെ പരിചയക്കാരില്ല. അവിടെ ഞങ്ങൾ വരാനുള്ള കാരണം അച്ഛൻ്റെ ജോലി റിട്ടയർഡ് ആയപ്പോൾ ഞങ്ങൾക്ക് താമസിക്കുന്ന റൂം വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വെക്കേറ്റ് ചെയ്ത സമയത്ത് രാജു പോക്കാൽ എന്ന് പറയുന്നൊരു പാസ്റ്റർ നിങ്ങൾക്ക് അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സണ്ണി എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ കിട്ടിയൊരു വീട് എടയാളമുളയിലായതുകൊണ്ടാണ് എലപ്പാറക്കാരനായി ഞാൻ അവിടെ വന്നത്. സ്തോത്രം. അങ്ങനെ അവിടെ കുറെ കാലമായി അവിടെ വെച്ച് എൻ്റെ ഫാദർ മരിക്കുന്നു. അച്ചാച്ചനെ അവിടെ അടക്കം ചെയ്തതുകൊണ്ട് ഇനി എങ്ങും പോകുന്നില്ലെന്ന് ഓർത്ത് അവിടെ അങ്ങ് താമസിക്കുകയാണ്. സ്തോത്രം. ആദ്യമായിട്ട് ഇവിടെ വരാൻ പറ്റി ദൈവത്തിൻ്റെ വലിയ കൃപ. ഞാൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു മാനസികമായ ഭാരം അനുഭവിച്ചൊരു സ്ഥലമാണെന്ന് തോന്നുന്നു അമേരിക്ക. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായ കുമ്പനാട്ട് വരെ ജനിച്ചാൽ മതിയായിരുന്നെന്ന്. കാരണം ആദ്യമായിട്ട് വന്നതുകൊണ്ട് നമ്മളിങ്ങനെ പ്രോഗ്രാമിന് വിളിക്കണം. എന്നെ അങ്ങനെ ഇവിടെ ഇല്ല. എന്നെ ഇവിടെ ആർക്കും പരിചയമില്ല. എനിക്ക് അറിയാവുന്ന ഒരു ഒറ്റ പെന്തക്കോസ്താൻ ഇവിടെ ഇല്ല. സ്തോത്രം. ആകെ ഒറ്റ ഒരു പെന്തക്കോസ്താറ്റിന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. മറ്റാരും അങ്ങനെ അറിയത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്താൻ ആൾക്കാരില്ല. പലരെയും വിളിക്കുമ്പോൾ പരിചയമുള്ളവർക്കാണല്ലോ പ്രാധാന്യം. അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ ഒരു പരിചയക്കാരൻ എനിക്കില്ലായിരുന്നു. പിന്നെ ആകെ ഉള്ളൊരു പരിചയം കർത്താവുമായിട്ടാണ്. സ്തോത്രം. ആ കർത്താവിനോട് ഞാൻ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു എനിക്കും ഇവരെ പലരെയും പരിചയമില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ചെറിയ പ്രയാസം തുടക്കത്തിൽ ഉണ്ടായിരുന്നു. എനിവേ, ഇങ്ങനെ ഒരു അവസരം കർത്താവ് ഒരുക്കിയതോർക്ക് ഞാൻ ദൈവത്തിന് പ്രത്യേകിച്ച് സ്തോത്രം ചെയ്യുന്നു.
സത്യം പറഞ്ഞാല് ഏലപ്പാറ തന്നെ ജൈവം ജനിപ്പിച്ചതുകൊണ്ട് കർത്താവിന് സ്തോത്രം. കാരണം എൻ്റെ പ്രസംഗത്തിനകത്ത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പ്രസംഗിക്കുന്ന ഒരാളാണ്, വളരെ ആത്മാർത്ഥമായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്. എന്തെങ്കിലും ഒരു തിയറി പറയുന്ന ഒരാളല്ല, പ്രാക്ടിക്കൽ കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. സാധാരണ പലപ്പോഴും നമ്മൾ ഈ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ അക്സെപ്റ്റബിൾ അല്ല. എപ്പോഴും കേൾവിക്കാർക്ക് സന്തോഷമുണ്ടാകുന്ന മെസ്സേജുകൾ പറയുന്നതാണ് അവർക്ക് ആശ്വാസം. അത് അവർക്ക് ആശ്വാസം മാത്രമല്ല, പ്രസംഗിക്കുന്ന ഞങ്ങൾക്കും അത് തന്നെ ആശ്വാസം. കാരണം അമേരിക്ക വരുന്നവരാരും പ്രസംഗത്തിന് വേണ്ടി മാത്രം വരുന്നവരല്ല. നിങ്ങൾ വന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു നന്മ കിട്ടുന്നിടത്ത് വരുന്നവരാ. സ്തോത്രം. നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി മാത്രം വന്നു, ഞാൻ പ്രസംഗിച്ച് പൈസയ്ക്ക് വേണ്ടി വന്നു. നമുക്ക് തമ്മിൽ വ്യത്യാസം അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യം പറയുമ്പോഴാണ് ഞങ്ങൾക്ക് പലപ്പോഴും ആഗ്രഹം ഉണ്ടാവാറുള്ളത്. പക്ഷേ ഞാനൊരു സ്വല്പം ഡിഫറൻ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഏലപ്പാറയെന്നും ചപ്പാത്തെന്നും കുട്ടിക്കാനെന്നൊക്കെ പറഞ്ഞു നടന്ന എന്നെ കൊണ്ട് ഇങ്ങനെ ഒക്കലഹോമെന്നും ഡാളസ് എന്നൊക്കെ പറയിപ്പിക്കാൻ കർത്താവിന്റെ അഭിഷേകം ദൈവം നമുക്ക് തന്നല്ലോ. സ്തോത്രം. ദൈവത്തെ ഒന്ന് പ്ലേസ് ചെയ്യുന്ന എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. எனவே കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എനിക്ക് അവസരം ഒരുക്കുന്നത് ബഹുമാന്യ പാസ്റ്ററോടും ഈ റീജിയനിലുള്ള എല്ലാ ഭാരവാഹികളോടും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കുമാറാവട്ടെ. കഴിഞ്ഞ 2 ദിവസമായിട്ട് നിത്യതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സമാപന സെക്ഷനാണ്. വലിയൊരു പ്രസംഗത്തിന് വേണ്ടിയുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലില്ല. എനിക്ക് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, കുറേ ചിന്തകൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും വില കൊടുത്താണ് സ്വർഗത്തിൽ പോകാൻ വേണ്ടി നിൽക്കുന്നത്. നിങ്ങൾ ആരാധിക്കുന്നതും ഞാൻ പ്രസംഗിക്കുന്നതും ഇതിൻ്റെ എല്ലാം പിമ്പിൽ നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ, ഫൈനൽ ഡെസ്റ്റിനേഷൻ സ്വർഗമാണ്. അപ്പോൾ സ്വർഗത്തെ ബേസ് ചെയ്യുന്ന അവിടെ എത്താൻ നിങ്ങളെ സഹായിക്കുന്ന 1-2 കാര്യങ്ങൾ വളരെ ശാന്തമായിട്ട് ഒന്ന് പറയാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ ഞാൻ മിനിഞ്ഞാന്ന് അതിന്റെ സന്തോഷം ഞാൻ പറഞ്ഞു, പൗലോസിന്റെ സന്തോഷം പറഞ്ഞു. പൗലോസ് പറഞ്ഞു എനിക്കൊന്നും വേണ്ടാത്തതിന്റെ കാരണം എനിക്ക് ആ പ്രത്യാശാഗത്തത്തിലുള്ളത് കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നലെ സ്വർഗത്തിൽ എത്തേണ്ടതിന്റെ പ്രാധാന്യത്തെ പറ്റി, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അത്ര ഈസിയായിട്ട് നമ്മൾ ചിന്തിക്കുന്ന അത്ര ഈസിയായിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് വേറൊരു പോർഷൻ ബൈബിളിൽ നിന്ന് വായിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് വൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമുക്കതിന് ആധാരമായിട്ടൊരു വാക്യം വായിക്കണം. മത്തായിയുടെ സുവിശേഷമാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മാത്യു ചാപ്റ്റർ 11:11. ആരും എഴുന്നേറ്റിട്ടില്ല. പക്ഷേ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവൻ യോഹന്നാനേക്കാൾ വലിയവൻ എന്ന് ഞാൻ പറയുന്നു. അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ പ്ലീസ്. അടുത്ത വാക്യം. യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞ മറ്റൊരു പ്രബോധന വാക്യം ഇന്ന് പകൽ പറയാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിച്ചത്. എന്നാൽ പരിശുദ്ധാത്മ ഇവിടെ ഇരുന്ന സമയം തന്നെ പിന്നെയും ഇത് തന്നെ ഒന്ന് പറയണമെന്നുള്ളൊരു നിയോഗം തന്നതുകൊണ്ടാണ് ഞാൻ ഈ വാക്യത്തിലേക്ക് ഇന്ന് പകൽ പ്രവേശിച്ചത്. യോഹന്നാൻ സ്നാപകനെ പറ്റിയുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സാക്ഷ്യമാണ്. ഇങ്ങോട്ട് നോക്കൂ, യോഹന്നാനെ പറ്റിയുള്ള കർത്താവിന്റെ സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരിക്കലും ഫോഷ്ക്ക് കാണത്തില്ല. യോഹന്നാനെ പറ്റിയുള്ള കർത്താവിന്റെ സാക്ഷ്യം. സ്ത്രീകളിൽ നിന്നും ജനിച്ചിട്ടുള്ളവരിൽ വെച്ച് യോഹന്നാനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. ഇത് യേശു പറഞ്ഞ കാര്യമായതുകൊണ്ട് നമ്മൾ അംഗീകരിച്ചേ പറ്റും. നമ്മൾ അതിനൊക്കെ വലിയ ആളല്ലെന്ന് സമ്മതിച്ചേ പറ്റും. കാരണം പറഞ്ഞത് യേശു വലിയ എഴുന്നേറ്റിട്ടില്ല. പക്ഷേ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവ യോഹന്നാനേക്കാൾ വലിയവനാണ്. അപ്പോ ഭൂമിയിലെ വലിപ്പത്തെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ അല്ല കർത്താവ് കൊടുത്തിരിക്കുന്നത്. സ്വർഗരാജ്യത്തിനകത്തുള്ള ഈ യോഹന്നാനെ ഇത്ര വലിയവനാക്കാനുള്ള കാരണം എന്തെന്ന് കഴിഞ്ഞിടയ്ക്കൊന്ന് പഠിച്ചു. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് യോഹന്നാനെ വലിയവനാണെന്ന് യേശു പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം? എന്റെ ചിന്തയല്ല ഞാൻ ഈ പറയുന്നത്. എനിക്ക് മനസ്സിലായ ഒന്നാമത്തെ കാര്യം, യോഹന്നാന്റെ ഒരു നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. എന്നറിയാമോ? യോഹന്നാന്റെ ലൈഫിനകത്തുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, വേണ്ടെന്ന് വെക്കുന്ന ഒരു നേച്ചർ ആർക്കുണ്ടായിരുന്നു? യോഹന്നാനുണ്ടായിരുന്നു. വേണ്ടെന്ന് വെക്കും. യോഹന്നാന്റെ ഫാദർ നമുക്ക് എല്ലാവർക്കും അറിയാം സക്രിയാവാണ്. സക്രിയാവ് പുരോഹിതനാണ്. സ്വാഭാവികമായിട്ടും അപ്പന് ശേഷം പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു മനുഷ്യനാണ് യോഹന്നാൻ. എനിക്ക് അപ്പനെ പറ്റി ഒന്ന് പറയാൻ ആഗ്രഹമുണ്ട്. അപ്പന്റെ പേര് സക്കരിയാവ് എന്നാണ് അല്ലേ? സക്കരിയാവ് എന്ന ആ നെയിം ആരംഭിക്കുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഏതാണ്? ഇസഡ്കാരനാണ്.
സ്തോത്രം. ഇയാൾ ആലയത്തിനകത്ത് പോയത് അബിയാക്കൂർ പ്രകാരമാണ്. അബിയാക്കൂർ. അതെന്തിനാ ഈ കൂറ് വന്നേ? ഓൾഡ് ടെസ്റ്റ്മെന്റ് പഠിക്കുമ്പോൾ ആദ്യത്തെ പുരോഹിതൻ ഒന്നേ ഉള്ളൂ, അഹരോൻ. അഹരോന് കുഞ്ഞുങ്ങൾ പലരും വന്നപ്പോൾ പല പുരോഹിതന്മാരായി. അവർക്ക് കുഞ്ഞുങ്ങളായപ്പോൾ അവരുടെ മക്കൾ പുരോഹിതന്മാരായി. ചുരുക്കം പറഞ്ഞാൽ ഒരാളിൽ പുരോഹിത മിനിസ്ട്രി ആരംഭിച്ചെങ്കിലും ജനറേഷൻ മാറുന്നതോടെ പുരോഹിതന്മാരുടെ എണ്ണം കൂടി നിങ്ങൾക്കറിയാം വന്നു. ഇങ്ങനെ പല പുരോഹിതന്മാർ വന്നപ്പോൾ സീനിയോറിറ്റി വെച്ച് നോക്കി വരുമ്പോ പല പുരോഹിതന്മാർക്കും ആലയത്തിൽ കയറാൻ പോലും എന്തോ ഇല്ല, സമയം കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ സമയം കിട്ടാത്തത് കൊണ്ട് ഇവരെ എങ്ങനെയും ആലയത്തിനകത്തുനിന്ന് കയറ്റണമെന്ന് ഓർത്ത് ദൈവം നമ്മുടെ അന്ന് പ്ലാൻ ചെയ്ത പദ്ധതിയാണ് പല കൂറുകൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. അബിയാക്കൂറ്, അങ്ങനെ പല കൂറുകളുണ്ട്. ഞാൻ ഓർക്കുവാണേ, ഈ അബിയാക്കൂർ അല്ലെങ്കിൽ ഈ കൂറെന്ന് പറഞ്ഞ പരിപാടി ദൈവം ആരംഭിച്ചില്ലെങ്കിൽ സക്കരിയാവ് കയറുമായിരുന്നോ? എ ആൽഫബറ്റിക്, അത് കഴിഞ്ഞിട്ട് ഡി തുടങ്ങുന്ന പേരുകൾ, അത് കഴിഞ്ഞിട്ട് സിയിൽ തുടങ്ങുന്ന ആൾക്കാർ, അത് കഴിഞ്ഞിട്ട് ഡിയിൽ തുടങ്ങുന്ന ആൾക്കാർ, അത് കഴിഞ്ഞിട്ട് സിയിൽ ഇയിൽ തുടങ്ങുന്ന ആൾക്കാർ. ചുരുക്കം പറഞ്ഞാൽ എ കൊണ്ട് കയറി ഇസഡി വരുമ്പോ ആലയത്തിനകത്ത് കയറാൻ പറ്റത്തില്ല. ഒറ്റ വാക്കിൽ എന്റെ ചിന്ത ഞാൻ പറയാം. ഇസഡുകാരനെ ഏയ്ക്കകത്ത് കൊണ്ടുവന്നു, കൂറ് പ്രകാരം. സ്തോത്രം. അവനെ ആലയത്തിനകത്ത് കൊണ്ടുവന്നു. അതിനകത്ത് വെച്ച് ദൂത് പറഞ്ഞു, സ്തോത്രം, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി നിന്റെ കുടുംബത്തിനകത്തുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുമ്പോൾ ചേർത്ത് ഞാൻ മുമ്പോട്ട് വരുന്നു. അപ്പൊ നിയമപരമായിട്ട് അപ്പന്റെ മിനിസ്ട്രി ചെയ്യാൻ അനുവാദമുള്ള അവകാശമുള്ള ആളാണ് യോഹന്നാൻ. വേണ്ടെന്ന് വെച്ചു. സ്തോത്രം. ഒന്ന്, അപ്പന് പകരമായി നിൽക്കുന്ന ചിന്ത താൻ വേണ്ടെന്ന് വെച്ചു. രണ്ട്, അപ്പന്റെ വസ്ത്രം വേണ്ടെന്ന് വെച്ചു. അപ്പന്റെ വസ്ത്രം, പുരോഹിതന്റെ വസ്ത്രത്തിന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിലും ഏകദേശം ഒരു കണക്ക് ഞാൻ പറയാം. ഏകദേശം അന്നത്തെ ഒരു പുരോഹിതന്റെ വസ്ത്രത്തിന്റെ ഇന്നത്തെ മണി വാല്യൂ 7 കോടി രൂപയാണ്. ഹലോ, നിങ്ങൾക്കത് കേൾക്കുമ്പോൾ വലിയ ആശ്ചര്യം വരത്തില്ല. കോടികളൊക്കെ പണ്ടായിരുന്നു നമുക്കൊരു ആശ്ചര്യം. ഇന്നിപ്പോ നിങ്ങൾക്ക് ആശ്ചര്യം വരത്തില്ല, എനിക്ക് ഭയങ്കര ആശ്ചര്യമാണ്. ആ സൈസ് ഒറ്റ ഉടുപ്പ് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടല്ലേ. രക്തം ചെയ്യാം 7 കോടി. താമ്രമണി, രക്തം, അവൻ അദ്ദേഹത്തിന്റെ ഉടുപ്പിൽ 12 വിധ രക്തങ്ങളുണ്ട്. 12 വിധ രക്തങ്ങൾ. പിന്നെ ഒത്തിരി സംഭവം നമുക്കത് നടുക്കട്ടെ, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ പോട്ടെ. ആ വസ്ത്രത്തിന്റെ വിളിമ്പിൽ പൊന്മണി, മാതളപ്പഴം. എന്തിന്റെ മണി? പൊന്മണി, പൊന്ന്, സ്വർണം. സ്വർണം, പൊന്മണി, മാതളപ്പഴം ഇങ്ങനെ കിടക്കുക അതിന്റെ ചോട്ടിൽ. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ അതിട്ടോണ്ട് പോയാൽ തന്നെ ഒരു ആദ്യത്വമുണ്ട്. അതിട്ടോണ്ട് പോകാനൊരു പവറുണ്ട്. മനസ്സിലാകുന്നത് കർത്താവിന് സ്തോത്രം. ചുരുക്കം പറഞ്ഞാൽ കാലത്തിന് അനുയോജ്യമായ വസ്ത്രം വേണ്ടെന്ന് വെച്ചിട്ട് വേലയ്ക്ക് അനുയോജ്യമായ വസ്ത്രം ധരിച്ചവന്റെ എന്റെ പ്രസംഗം പാരസാധനപ്പെടുക എന്നുള്ളതാണ്. അതിനിപ്പോ കോട്ട് വിടോ നിർബന്ധമൊന്നുമില്ല. വേണ്ടതല്ല, സന്തോഷം. സ്വോത്രം. എന്റെ പ്രസംഗം മടങ്ങി വരിക എന്നുള്ളതാണ്. അതിനിപ്പോ പൊന്മണിയും ഞാൻ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ സന്തോഷം. മനസ്സിലാക്കി കർത്താവിന് സ്വോത്രം. കാലത്തിന് അനുയോജ്യമായ വസ്ത്രം വേണ്ട, പിന്നെയോ എനിക്ക് വേലയ്ക്ക് അനുയോജ്യമായ വസ്ത്രം വേണ്ടെന്ന് വെച്ചു. അപ്പന്റെ മിനിസ്റ്റർ വേണ്ട, അപ്പന്റെ വസ്ത്രം വേണ്ട, ഇനി അപ്പന്റെ ഫുഡ് വേണ്ട. എന്നോ അപ്പന്റെ ഫുഡ് പുരോഹിതന്മാർക്ക് കൊടുക്കുന്നത് തോന്ന പോലൊന്നുമല്ല, രക്തത്താല് ജയം. അത് ഞങ്ങളൊക്കെ പോകില്ല. സ്വോത്രം. ഈ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ വരുന്ന ആളിന്റെ വരവ് കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ ചെലവുണ്ടാക്കുന്ന രക്തദേഹം. ഞാനൊക്കെ പോകുമ്പോൾ മിക്കവാറും കിട്ടുന്നത് തോരന്റെ പോരുവാ രക്തദേഹം. കാരണം നമ്മുടെ ആ ടൈപ്പ് മോട്ടപ്പലി മോട്ടപ്പല്ലൊക്കെ നീണ്ടു വെക്കും. പക്ഷെ പുരോഹിതന്മാർക്ക് അങ്ങനെ അല്ലല്ലോ. അവർക്ക് കൊടുത്താൽ എന്തേ കൊടുക്കും? ശ്രേഷ്ഠമേ കൊടുക്കും. അല്ലേ? ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ വളരെ പാവം പഞ്ചപാവം സംസാരിക്കുന്ന പോലുമില്ല. പക്ഷെ ഇതിനകത്ത് കയറിയാൽ ഞാൻ ഭയങ്കര രക്തം ചെയ്യും. കാരണം വചനത്തോട് ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല. സ്വോത്രം. ഞാനോട് ആരെയും പേടിക്കുന്ന പോലുമല്ല. കാരണം ഇന്ന് വരെ കൊണ്ടുവന്ന് തമ്പുരാനാണെങ്കിൽ ഇനിയും കൊണ്ടുവരാൻ 17ാമത്തെ വയസ്സിലാണ് ഞാൻ പാസ്റ്റാകുന്നത്. 19 വർഷമായിട്ട് ഞാൻ പാസ്റ്റാ. ഒരു 10,000-2000 ചർച്ചിലെങ്കിലും ഞാൻ പോയിട്ടുണ്ടാവണം.
2000-ലധികം ചർച്ചകളിൽ ഞാൻ കഴിഞ്ഞ 19 കൊല്ലം കൊണ്ട് പോയിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? എക്സ്പീരിയൻസ് കൂടുതൽ. ഇതിനകത്തൂടെ കുറെ കൊല്ലങ്ങൾ നടക്കുന്നുണ്ട്. അനുഭവ സമ്പത്തിന് കൂടുതലുള്ള മനുഷ്യനാണ്. പ്രായക്കുറവാണെങ്കിലും അനുഭവം കൂടുതലാണ്. ഞാൻ പറഞ്ഞു വന്നത്, പുരോഗതിന്റെ വസ്ത്രവും പുരോഗതിന്റെ ഡ്രസ്സും പുരോഗതിന്റെ ഫുഡും ചേർന്നല്ല. മനസ്സിലാകുന്നുണ്ടോ? നെഞ്ച്, കൈക്കുറുക്, ചുരുക്കം പറഞ്ഞാൽ ഒരു മൃഗത്തിന്റെ ബോഡിയിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായത് പുരോഗതിനുള്ളത്. വേണമെങ്കിൽ അത് ചുളിവിൽ കഴിക്കാം. യോവനെ പറഞ്ഞെനിക്കത് വേണ്ട. പിന്നെന്താ? വെട്ടിക്കിളിയും കാട്ടുതരും. കാരണം പ്രസംഗം മാനസാന്തരപ്പെടുകയെന്നല്ലേ. അധികം കാണാൻ പോകുന്നില്ലല്ലോ. എനിക്കിത് മതി. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാകുന്ന ഒരിക്കൽ കൂടെ ചേർന്ന് കാര്യങ്ങൾ അപ്പൊ ഒന്നാമത്തെ യോഹന്നാന്റെ പ്രത്യേകത വേണ്ടെന്ന് വെക്കുന്നൊരു സ്വഭാവമാണ്. യോഹന്നാന്റെ രണ്ടാമത്തെ സ്വഭാവം എനിക്ക് ഒത്തിരി ആശ്ചര്യമായി തോന്നിയ കാര്യമാണ്. വായിക്കാമോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷത്തിലാണ് 19-ാം അധ്യായം, 1-ാമത്തെ 19 വാക്യം. John chapter 1 verse 90. യോഹന്നാനോട് നീ ആരെന്ന് ചോദിക്കേണ്ടതിന് അടുത്ത വാക്യം ഇങ്ങോട്ട് നോക്കൂ. അവന്റെ സാക്ഷ്യം ഞാൻ ആരല്ല. അത് ക്രിസ്തുവെന്ന് പറഞ്ഞിരുന്നെങ്കിലോ ലഭിക്കുന്ന പരിഗണനകൾ എന്തോ കൂടുതലല്ലേ? എന്തോ ഞാൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തോ ലഭിക്കുന്ന പരിഗണന കൂടുതലാണ്. കാരണം അവരെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ക്രിസ്തു. പക്ഷെ അദ്ദേഹം പറഞ്ഞു അങ്ങനെയുള്ള ഒരു പരിഗണനയും എനിക്ക് വേണ്ട. ഞാൻ ക്രിസ്തു അല്ല. പക്ഷെ അടുത്തത് ഞാൻ ആരാണ് അയാൾക്ക് എന്ത് ചെയ്യണം അറിയാം. അദ്ദേഹം പറഞ്ഞു ഞാൻ യേശുവിന് വഴി ഒരുക്കാൻ വരുന്നവൻ എന്ന് പറഞ്ഞാൽ താൻ ആരാണെന്ന ബോധ്യം എനിക്ക് ഉണ്ട്. ഒന്ന് വേണ്ടെന്ന് വെക്കുന്നവൻ, തന്റെ നിലവാരം അറിയാവുന്നവൻ. എനിക്ക് അതിനേക്കാൾ സന്തോഷമായി തോന്നുന്നത് മൂന്നാമത്തതാണ്. അയാളുടെ പ്രസംഗം നടന്നൊരു കാലഘട്ടമുണ്ട്. ആ കാലത്ത് യോഹന്നാന്റെ മത്തായിയുടെ സുവിശേഷത്തില് 3:1 വായിക്കുമ്പോൾ അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആ കാലത്ത് വായിച്ചേ. മതി. ആ കാലം ഏത് കാലം? ഹേരോദാവ് ഭരിക്കുന്ന കാലം. ഏതോ ഹേരോദാവ്? ഇങ്ങോട്ട് നോക്കൂ. അതിനകത്തൊരു ചിന്തകളുണ്ട്. ഏതാ ഹേരോദാവ്? അപ്പനെ കൊന്നവൻ, അമ്മായിയപ്പനെ കൊന്നവൻ, സ്വന്തം മകനെ കൊന്നവൻ. അതായി ഹേരോദാവ്. അയാളുടെ ചരിത്രം പഠിക്കുമ്പോൾ അപ്പനെ കൊന്നു, അമ്മായിപ്പനെ കൊന്നു, മകനെ കൊന്നു. തീർന്നിട്ടില്ല. 2 വയസ്സിൽ താഴെ പ്രായമുള്ള സകല എണ്ണത്തെയും കൊല്ലാൻ കൽപ്പന ഇട്ടവൻ. തീർന്നിട്ടില്ല. താൻ മരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒറ്റ പ്രജ പോലും കരയത്തില്ലെന്നറിയാവുന്നത് കൊണ്ട് സമൂഹത്തിലെ 12 പ്രമാണിമാരെ പിടിച്ച് കാരാഗൃഹത്തിൽ ഇട്ടേക്കുവായി മനുഷ്യൻ. ഈ ഹേരോദാവ് എന്തെന്നറിയാമോ? താൻ മരിക്കുന്നെന്ന് അവരെ എന്ത് ചെയ്യണം? കൊല്ലണം. എന്തിന്? അവരെ കൊല്ലുവാണെങ്കിൽ അവരുടെ കുടുംബക്കാരെ അറിയുമല്ലോ. ആ കുടുംബത്തിൽ എന്റെ കൂടെ ആവും. മനസ്സിലാക്കുന്നുണ്ടോ? നിനക്ക് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ട്. ചുമ്മാ പറയുന്നത് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ട്. സ്തോത്രം. താന്റെ കുടുംബത്തിൽ കരയാൻ ഒരുത്തൻ പോലും ഇല്ലാതിരിക്കുക താൻ മരിക്കുന്ന സമയത്ത് തന്റെ കൂടെ അല്ലെങ്കിൽ തനിക്ക് വേണ്ടി കരയാൻ വേണ്ടി 12 പ്രമുഖന്മാരെ അകത്തിട്ടേക്കുന്നു. ഞാൻ മരിക്കുമ്പോൾ അവരെ കൊല്ലണം. അപ്പൊ അവരുടെ കുടുംബക്കാരെ അപ്പോ മനസ്സിലാകുന്നുണ്ടോ? അങ്ങനത്തെ നീതനായ മനുഷ്യൻ സകല എണ്ണത്തെയും കൊന്നു കുടിക്കാൻ മനസ്സുള്ളവന്റെ തയ്യാറായി നിൽക്കുന്നവന്റെ കാലത്തിലാണ് യോഹന്നാന്റെ പ്രസംഗം. എത്രവർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ഒരു ശബ്ദമായി പോലും പറയാം. നിന്റെ അകത്തുള്ള അഭിഷേകത്തെ വരുന്നതിന് ബോധ്യം ഉള്ളിടത്തോളം കാലം ആര് ഭരിക്കുന്നതോ ആര് ജീവിക്കുമെന്നോ നീ ചോദിക്കണ്ട. എത്ര ഉന്നത ഭരിച്ചാലും അവന്റെ നടുവിൽ നിങ്ങളെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തിന്റെ വിശ്വാസതയ്ക്കായി ഇന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ. അസാധാരണമായ വ്യക്തിത്വമുള്ളത്, അസാധാരണ കോൺഫിഡൻസ് ഉള്ളവൻ, കാര്യത്തെ പറ്റി നിജസ്ഥിതി മനസ്സിലാക്കാൻ കഴിയുന്നവൻ. വിളിച്ച പേര് സർപ്പസന്തതികളെ. സ്തോത്രം. ഞാൻ മുമ്പോട്ട് വരുന്നു. പക്ഷേ ക്വാളിറ്റീസും കപ്പാസിറ്റിയും ഒക്കെ ഇത്രയും ഉണ്ടായിട്ടും യേശു വിളിച്ചു പറയുന്നു, യോഹന്നാന്റെ കാലഘട്ടം മുതൽ ദൈവരാജ്യത്തിലെ പ്രവേശനം ഈസി അല്ല, ബലാത്കാരം ചെയ്തേ പറ്റൂ. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. നാം ചിന്തിക്കുന്നത്ര ഈസി ആയിട്ട് നിത്യതയിൽ എത്തിപ്പിടിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു നന്മ കൊടുക്കുന്നത് കൊണ്ട് നിത്യതയിൽ ചെല്ലാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് പ്രസംഗിക്കുന്നത് കൊണ്ട് സ്വർഗത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഒന്ന് കൈയടിക്കുന്നത്
നമുക്ക് എന്താ കിട്ടാൻ പോകുന്നെന്ന് സാത്താനറിയാം. കാരണം പുള്ളി അവിടുന്ന് വന്നതാ. ദാരിദ്ര്യം മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ലഭിക്കുന്നതിന്റെ വ്യാപ്തി നമുക്കറിയില്ല. ബിക്കോസ് നമ്മളവിടെ പോയിട്ടില്ല. പക്ഷെ സാത്താൻ അറിയാം നമുക്ക് എന്താ വെച്ചേക്കുന്നത്. കാരണം അയാൾ അവിടുന്ന് വന്നവനാ. മനസ്സിലാകുന്നുണ്ടോ? ഓ സ്വോത്ര സ്വോത്ര സ്വോത്രം. ദൈവത്താൽ ഒരുക്കപ്പെട്ട നിത്യതയുടെ സന്തോഷത്തിലേക്ക് നിന്നെ വിടത്തില്ല, നിന്നെ കടത്തിയെ വിടത്തില്ലെന്ന് പറഞ്ഞ് നമുക്കത് ഒതുങ്ങിയ ഒതുങ്ങാത്ത പതയോടുകൂടെ അലറിയടിക്കുന്ന അന്ധകാര കൊണ്ടരങ്ങൾ ഈ ഞായറാഴ്ചത്തെ ആരാധനയിൽ അലറി മാറി ഒരു പുതിയ വഴി നിന്റെ മുമ്പിൽ തുറക്കപ്പെടാം. ഒരു പുതിയ ശബ്ദം നിന്റെ മുമ്പിൽ വരാം. ഇതുപോലെ എത്ര ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. അസാധാരണമായ വ്യക്തിത്വത്തിന്റെ ഉടമയായ യോഹന്നാന് പോലും ദൈവരാജ്യത്തിൽ എൻ്റർ ചെയ്യണമെങ്കിൽ ബലാത്കാരം. ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് പറയാം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയോ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടിയോ എന്തെങ്കിലും ചെയ്യുന്നു എന്നതിനാൽ സ്വർഗത്തിൽ പോകാൻ വേണ്ടി നിന്ദിക്കരുത്. നിൽക്കരുത്. പരിഭവം തോന്നരുത്. പോകത്തില്ല. കാരണം അങ്ങനെ കൊടുക്കാൻ എന്തെങ്കിലും കാര്യമുള്ളത് നമ്മൾ ഉണ്ടാക്കിയതല്ല. കർത്താവ് എന്ത് ചെയ്തതാ? ഒരു കുട്ടിയുടെ ഒരു കുട്ടിയുടുപ്പ് വാങ്ങാൻ വേണ്ടി 3 രൂപയും കൊണ്ടല്ല ഈ ഭൂമിയിൽ എന്ത് ചെയ്തേ എന്നത് അല്ലല്ലോ. ഒരു പൊട്ടനാക്കിയോ ഒരു മന്ദബുദ്ധിയാക്കിയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാമായിരുന്നു. എനിക്കൊരു മോനുണ്ട്, 7 3.5 വയസ്സേ ഉള്ളൂ. അവൻ പാപം ചെയ്തതുകൊണ്ടല്ല അവൻ എന്റെ വീട്ടിൽ ജനിച്ചേ. അവൻ പാപം ചെയ്തതൊന്നുമല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇവിടെ ജനിച്ചവരുണ്ടല്ലോ, അവര് വിശുദ്ധി കൂടുതൽ കൊണ്ടുമല്ല ഇവിടെ എന്ത് ചെയ്തേ. ആണോ? അല്ല. നിങ്ങളെ ഇവിടെ ജനിപ്പിക്കാൻ ദൈവത്തിന് പ്ലാൻ ചെയ്തപ്പോൾ എന്റെ കുഞ്ഞിനെ അവിടെ ജനിപ്പിക്കാൻ ദൈവത്തിന് പ്ലാൻ ചെയ്തേ. ഇതിന്റെ പിന്നിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ദൈവത്തിന് ഗ്രേസ് ഉണ്ട്. എന്തെങ്കിലും കൊടുക്കാനുള്ള ത്രാണി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ മുട്ടുകുത്തി പറയേണ്ട പോയിട്ട് കഥാവ് ആൾക്കാർക്ക് കൊടുക്കാൻ ഒന്നുമില്ലാതിരിക്കുമോ എനിക്ക് ഇത്രയും കൊടുക്കാൻ എന്റെ കടത്തിന്റെ കയ്യിൽ നീ കട തുറന്നല്ലോ. അതിനൊരു സ്വന്തമാണ്. അതിന്റെ മേൽ നിത്യ പ്രതീക്ഷിക്കരുത്. ഇതുപോലെ തിരിച്ചറിയുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കട്ടെ. ഓൾഡ് ടെസ്റ്റമെന്റിനകത്ത് ഒരു ആലയം പറഞ്ഞതിന്റെ പേരാണ് ശലോമോൻ. സമാഗമന കൂടാരത്തിന്റെ ഇന്നത്തെ മണി വാല്യൂ ഏകദേശം 90 കോടി രൂപയാണെന്നാണ്. എനിക്ക് എക്സാക്ട് അറിയത്തില്ല. പണ്ടത്തെ സമാഗമന കൂടൊരു പലക, അതിന്റെ ഇന്നത്തെ മണി വാല്യൂ ഏകദേശം 90 കോടിയാണെന്ന്. അപ്പോ സമാഗമന കൂടാരത്തിന്റെ മണി വാല്യൂ 90 കോടി ഉണ്ടെങ്കിൽ ശലോമോൻ പറഞ്ഞ ആലയത്തിനോ അല്ലേ? കാശില്ലാത്തതുകൊണ്ട് ഹീരാമന്റെ സർളമനും സ്വർണം ദേവതാരൊക്കെ കാണാൻ വേണ്ടി ഹോള് പണിത്. ഇവിടെ നോക്കി, കോടികൾ മുടക്കി ഹോള് പണിതവന്റെ പേര് വിശുദ്ധന്മാരുടെ പട്ടികത്തില്ലാതിരിക്കുമോ? ഹോളിന് ഫ്രണ്ട് ഡോറ് വെക്കാൻ ഞാൻ $100 കൊടുത്ത് എന്നതിന്റെ പേരിൽ സ്വർഗത്തിൽ പോകാൻ നിൽക്കുന്നത് ശരിയാണോ? ചർച്ചിൽ 10 കസേര മേടിക്കട്ടെ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു മിണ്ടല്ലേ. 10 കസേര ഇട്ടതിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ എവിടുന്നേലും മേടിച്ചോളാം. ആ ഇട്ട കസേര കളിക്കൊണ്ട് പോകും. സ്വർഗം കിട്ടത്തില്ല. അത് തന്നെയല്ല, ആ കസേര എന്ന് മേടിച്ചോ ആ മേടിച്ച് അങ്ങോട്ട് വഴക്കുമാ. മാത്രമല്ല ഇരിക്കുന്നതോ കുടുംബക്കാര് മാത്രം. രക്തം ചെയ്യണം. വേണ്ട മെസ്സേജാ ഈ പറഞ്ഞു വരുന്നത്. കേൾക്കുമ്പോൾ പ്രയാസം വരുമെങ്കിലും സ്നേഹമുള്ളത് കൊണ്ടാണ്. എനിക്ക് മാത്രമല്ല, നിത്യ യേശുവിനെ തിരിച്ചറിയുന്നവർ കൈകർത്താവ് ഒരു ആലയം നടന്നവനെ കൊടുത്തില്ലല്ലോ, പിന്നെ അങ്ങനെ കിട്ടും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര ഉന്നത സമയം പോകുന്നു. എത്ര ഉന്നതനാണെങ്കിലും ബലാത്കാരം ചെയ്യാതെ നിത്യതയിലെത്താൻ പറ്റില്ല. യേശു ക്രിസ്തു പറഞ്ഞ കാര്യമാണ്. ഒരു എക്സാമ്പിൾ ഞാനൊന്ന് പറയാം, സമയം പോകുന്നത് കൊണ്ട് ഒരു കൊച്ചു എക്സാമ്പിൾ പറഞ്ഞ അതിന്റെ അഭ്യാസം നോക്കൂ. പുതിയ നിയമത്തിനകത്തുള്ള ഒരു നല്ല മനുഷ്യൻ, പേര് നിക്കോദിമോസ്. അയാൾ ആരാന്നറിയാമോ? പുള്ളി വിവരമുള്ള ആളാ. പുള്ളി നേരെ വന്ന് ചോദിച്ചു കർത്താവിനോട്, യേശുവേ, നീ സ്വർഗത്തിൽ നിന്ന് വന്ന ആളാണ്, എനിക്ക് എന്ത് ചെയ്യാം അറിയാം. അതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഞാനും കൂടെ സ്വർഗത്തിലോട്ട് വരണമെങ്കിൽ എന്തോ. പുള്ളി വിവരമുള്ള ആളാ, സ്വർഗത്തിൽ നിന്ന് വന്ന ആളോടാ ചോദിച്ചേ. നമ്മുടെ ചോദിച്ചെങ്കിൽ നമ്മൾ പല അഭിപ്രായം പറഞ്ഞേനെ. പുള്ളി ആരോടും പറഞ്ഞില്ല. നീ യേശു അവിടുന്ന് വന്ന ആളോ എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുക, എനിക്ക്
കൂടെ അങ്ങോട്ട് മാറണം എന്ന് ചെയ്യണം. യേശു പറഞ്ഞു വെരി ഗുഡ്, നല്ല ചോദ്യമാണ്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നീ വീണ്ടും ജനനം നിങ്ങൾ വീട്ടിൽ പോയി പഠിക്കണേ. അവിടെ 2 ഭാഗം പറയുന്നുണ്ട്. വെള്ളത്താലും ആത്മാവിനാലും. വായിച്ച യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ വാക്യം വായിച്ചു. അമ്മമ്മത് വായിച്ച് 8-ാമത്തെ വാക്യം വരുന്നു. അമ്മമ്മ 3-ാമത്തെ വാക്യം വായിച്ചേ. യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ദൈവരാജ്യം കാണുക